أعوذ بالله من الشيطان الرجيم خش عن أبصارهم يخرجون من الأجداث كأنهم جراد منتشر مهطعين إلى الداع يقول الكافرون هذا يوم عسر كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر فدعا ربه أني مغلوب فانتصر. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്ത് വരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, 9 വരെയുള്ള ആയത്തുകൾ. അപ്പോ 7ാമത്തെ ആയത്ത് ഖുശ്ശഅൻ അബ്സ്വാറുഹും, കണ്ണുകൾ താഴ്ത്തിയവരായ നിലയിൽ, യഖ്റുജൂന അവർ പുറത്തു വരും, മിനൽ അജ്ദാസി ഖബറുകളിൽ നിന്ന്, കഅന്നഹും അവർ കഅന്നഹും ജറാദും മുൻതശിർ, പരന്നു കിടക്കുന്ന അല്ലെങ്കിൽ ചിന്നിച്ചെതറിയ വെട്ടുകിളികളെ പോലെയായിരിക്കും അവർ. ഖബറുകളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ പുറത്തു വരുന്ന ആ കാഴ്ച, ആ രംഗമാണ് അള്ളാഹു പറയുന്നത്. മുഹ്തിഈന ഇലദ്ദാഇ, മുഹ്തിഈന ധൃതിയിൽ പോകുന്നവരായ നിലയിൽ, ഇലദ്ദാഇ വിളിയാളനിലേക്ക്, വിളിക്കുന്ന ആളിലേക്ക്, മുഹ്തിഈന ഇലദ്ദാഇ. മറ്റൊന്ന് തല താഴ്ത്തിക്കൊണ്ട് അപമാനത്തോടു കൂടി വിളിയാളനിലേക്ക് ധൃതിയിൽ പോകുന്നവരായ നിലയിൽ. ആണ് അതിന്റെ രൂപം. യഖൂലുൽ കാഫിറൂന, അവിശ്വാസികൾ പറയും, യഖൂലുൽ കാഫിറൂന അവിശ്വാസികൾ പറയും, ഹാദാ യൗമുൻ അസിർ, ഹാദാ ഇത്, യൗമുൻ അസിർ പ്രയാസകരമായ ഒരു ദിവസമാകുന്നു എന്ന്. യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസിർ, അവിശ്വാസികൾ പറയും ഇത് പ്രയാസകരമായ ഒരു ദിവസമാകുന്നു എന്ന്. പിന്നെ കദ്ദബത് ഖബ്ലഹും, കദ്ദബത് വ്യാജമാക്കി, കളവാക്കി, ഖബ്ലഹും ഇവരുടെ മുമ്പ്, ഖൗമു നൂഹിൻ നൂഹിന്റെ ജനത, ഖൗമു നൂഹിൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത. ഫകദ്ദബു അപ്പോൾ അവർ കളവാക്കി, അവർ നിഷേധിച്ചു അല്ലെങ്കിൽ വ്യാജമാക്കി. ഫകദ്ദബു അപ്പോൾ അവർ വ്യാജമാക്കി, അബ്ദന നമ്മുടെ ദാസനെ, അബ്ദന നമ്മുടെ ദാസനെ, അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയാണ് ഉദ്ദേശിക്കുന്നത്. വഖാലു അവർ പറയുകയും ചെയ്തു, വഖാലു അവർ പറയുകയും ചെയ്തു, മജ്നൂനുൻ, വഖാലു മജ്നൂനുൻ, മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ, അല്ലെ? ആ പ്രവാചകനെ കുറിച്ച് അവർ പറഞ്ഞു ഭ്രാന്തൻ എന്ന് പറയുകയും ചെയ്തു. വസ്ദുജിർ അദ്ദേഹം വിരട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു. ഇസ്ദജറ എന്ന് പറഞ്ഞാൽ വിരട്ടി ഓടിച്ചു അല്ലെങ്കിൽ വിലക്കി എന്നൊക്കെയാണ് അർത്ഥം. ശരിയായ അതിന്റെ അർത്ഥം സജറ എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചുകൊണ്ട് വിലക്കലാണ്, ഭയപ്പെടുത്തിക്കൊണ്ട് വിലക്കൽ, അതാണ് ഇസ്ദജറ വരുന്നത്. അപ്പോ വസ്ദുജിർ അദ്ദേഹം വിരട്ടി ഓടിക്കപ്പെടുകയും ചെയ്തു. ഇന്നും പ്രബോധകന്മാർക്ക് നേരെ ജനം സ്വീകരിക്കുന്ന നിലപാട് അങ്ങനെയാണ്. പേടിപ്പിച്ച് മുടക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആട്ടി പായിപ്പിക്കുകയോ ചെയ്യുക, അതാണ് വസ്ദുജിർ. അതാണ് 9ാമത്തെ ആയത്ത്. كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر. തുടർന്ന് 10ാമത്തെ ആയത്ത് فدعا ربه أني مغلوب فانتصر فدعا ربه أني مغلوب فانتصر فدعا അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, വിളിച്ചു, അതായത് വിളിച്ചു പ്രാർത്ഥിച്ചു, റബ്ബഹു തന്റെ രക്ഷിതാവിനെ,
അപ്പോൾ അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, അന്നീ തീർച്ചയായും ഞാൻ, അന്നീ തീർച്ചയായും ഞാൻ, മഗ്ലൂബുൻ പരാജയപ്പെടുത്തപ്പെട്ടവനാകുന്നു. പരാജയപ്പെടുത്തപ്പെട്ടവൻ. മഗ്ലൂബ് എന്ന് പറഞ്ഞാൽ പരാജിതൻ. ഗലബ എന്ന് പറഞ്ഞാൽ അതിജയിച്ചു. ഗുലിബ എന്ന് പറഞ്ഞാൽ അതിജയിക്കപ്പെട്ടു. ഗാലിബ് എന്ന് പറഞ്ഞാൽ വിജയിച്ച ആള്. മഗ്ലൂബ് എന്ന് പറഞ്ഞാൽ വിജയിക്കപ്പെട്ട ആള്, അതായത് പരാജയപ്പെടുത്തപ്പെട്ട ആള്. അപ്പോ അന്നീ ഞാൻ മഗ്ലൂബുൻ പരാജിതനായിരിക്കുന്നു. അതാണ് പരാജയപ്പെടുത്തപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഫൻതസിർ, ഫൻതസിർ എന്റെ കാര്യത്തിൽ നീ ഒരു രക്ഷാമാർഗം സ്വീകരിക്കണമേ. ആകയാൽ നീ രക്ഷാ നടപടി എടുക്കണമേ. ഇൻതസ്വറ എന്ന് പറഞ്ഞാൽ രക്ഷാമാർഗം സ്വീകരിച്ചു. ഇൻതസ്വറ, നസ്വറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു. നസ്വറ സഹായിച്ചു. ഇൻതസ്വറ എന്ന് പറഞ്ഞാൽ രക്ഷാ നടപടി സ്വീകരിച്ചു, സ്വയം രക്ഷാ നടപടി സ്വീകരിക്കാം. നസ്വറ എന്ന് പറഞ്ഞാൽ ഒരാള് മറ്റൊരാളെ സഹായിക്കാം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഫൻതസിർ ആകയാൽ നീ രക്ഷാ നടപടി എടുക്കണമേ. അള്ളാഹുവെ നീ ഒരു രക്ഷാ നടപടി എടുക്കണമേ. മുഹമ്മദ് ഹുസൈൻ അഹമ്മദ് പറയുന്ന പോലെ 2 പദങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. 2 പദങ്ങൾ കൊണ്ടാണ് ആ പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ചത്? പിന്നെ അന്നീ മഗ്ലൂബുൻ ഫൻതസിർ, അന്നീ തീർച്ചയായും ഞാൻ, മഗ്ലൂബുൻ പരാജിതനാകുന്നു, ഫൻതസിർ അതുകൊണ്ട് നീ രക്ഷാ നടപടി സ്വീകരിക്കണമേ. ഖിറാഅത്തിൽ ശ്രദ്ധിക്കണം. ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫൻതസിർ. ഫദഅ അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബഹു തന്റെ റബ്ബിനോട്. അവിടെ ഖിറാഅത്ത് ശ്രദ്ധിക്കണം. റബ്ബഹു അല്ലെ, അവിടെ നീട്ടണം. റബ്ബഹു ശേഷം ഹംസയാണ്. റബ്ബഹു അൽ മദ്ദുൽ മുൻഫസ്സിലാണ് അവിടെ ഉള്ളത്. 3-4 ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. റബ്ബഹു അന്നീ മഗ്ലൂബുൻ അൽ ഇഖ്ഫാഉ ബിഗുന്ന, മഗ്ലൂബുൻ ഫൻതസിർ. ഫദഅ അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, വിളിച്ചു പ്രാർത്ഥിച്ചു, റബ്ബഹു തന്റെ റബ്ബിനെ, അന്നീ തീർച്ചയായും ഞാൻ, മഗ്ലൂബുൻ പരാജിതനാകുന്നു, ഫൻതസിർ അതുകൊണ്ട് നീ രക്ഷാ നടപടി സ്വീകരിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ചാണ് പരാമർശം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് അവരെ ആ വിഷയത്തിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ, അത് പ്രബോധനം ചെയ്തപ്പോൾ കടുത്ത അവഹേളനവും അതേപോലെ തന്നെ ബഹിഷ്കരണവും ഒക്കെ അദ്ദേഹം നേരിട്ടു. അത് ഖുർആൻ പല ഭാഗത്തും എടുത്തു പറയുന്നുണ്ട്. ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫൻതസിർ. ഫദഅ എന്നിട്ട് അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബഹു തന്റെ റബ്ബിനോട്, അന്നീ തീർച്ചയായും ഞാൻ, മഗ്ലൂബുൻ ഞാൻ പരാജിതനാകുന്നു, ഫൻതസിർ നീ പിന്നെ രക്ഷാ നടപടി സ്വീകരിക്കണമേ. കണ്ടോ, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാം, അല്ലാഹു അക്ബർ കലിമത്താൻ, ആശ്ചര്യപൂർവ്വം പറയാൻ, അല്ലാഹു അക്ബർ കലിമത്താൻ 2 പദങ്ങൾ. അതെന്താ? അന്നീ മഗ്ലൂബുൻ ഫൻതസിർ ഞാൻ പരാജിതനാണ്, എന്നെ പിന്നെ നീ രക്ഷാ നടപടി സ്വീകരിക്കണമേ. വലഖദ് ദഅ അഹ്ലൻ ലിൽ ഇജാബത്തി ജല്ല വഅല ഫഅജാബ അല്ലാഹു ഖാല. അപ്പോ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകപ്പെടുന്ന ആള്, അതായത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥിക്കപ്പെട്ട ആളാരാണ്? അല്ലാഹു തആല. അപ്പോ അവിടെ ഉത്തരം നൽകപ്പെടാൻ ഒരു തടസ്സവും അല്ലാഹു എന്ത് ചെയ്തു? ഉത്തരം നൽകി. അതാണ് അദ്ദേഹം പറഞ്ഞത്, അന്നീ മഗ്ലൂബുൻ ഫൻതസിർ തീർച്ചയായും ഞാൻ പരാജിതനാകുന്നു, നീ രക്ഷാ നടപടി സ്വീകരിക്കണമേ. അവിടെ ഉസൈമീൻ റഹ്മത്തുള്ളാഹി ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാം, ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫൻതസിർ ഐ ഇന്നി ദഈഫുൻ ഞാൻ ദുർബലനാണ്, അൻ ഹഉലാഇ ഇക്കൂട്ടരുടെ കാര്യത്തിൽ, വഅൻ മുഖാവമതിഹിം അവരുമായി ഏറ്റുമുട്ടുന്ന വിഷയത്തിൽ ഞാൻ ദുർബലനാകുന്നു. അതുകൊണ്ട് ഫൻതസിർ അൻത ലിദീനിക അല്ലാഹുവേ നീ നിന്റെ ദീനിനു വേണ്ടി എന്ത് ചെയ്യണം? രക്ഷാ നടപടി സ്വീകരിക്കണമേ. അപ്പൊ അള്ളാഹു അതിന് മറുപടിയാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. അള്ളാഹു പറഞ്ഞ കാര്യമാണ് പിന്നെ വരുന്നത്, അന്നീ മഗ്ലൂബുൻ ഫൻതസിർ. അവിടെ പിന്നെ മറ്റു ചില തഫ്സീറുകളിലും ആ കാര്യം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആ പല ആയത്തുകളിലും അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ
വിശദീകരിക്കുന്നിടത്ത് ഷൻഖീത്തി റഹ്മത്തുള്ളാഹ് അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ പറയാൻ എന്താണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നടത്തിയ ദുആ. സൂറത്ത് അംബിയായിൽ കാണാം, വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. അംബിയ സൂറത്തിലെ 76-ാമത്തെ ആയത്തിൽ കാണാം, വനസ്വർനാഹു മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫഅഗ്റഖ്നാഹും അജ്മഈൻ. അതൊരായത്ത്. എന്താ പറയുന്നത്? സൂറത്ത് അംബിയയിൽ വനൂഹൻ, നൂഹ് ഇദ് നാദാ മിൻ ഖബ്ൽ, മുമ്പ് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം, ഫസ്തജബ്നാ ലഹു, അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി, ഫനജ്ജയ്നാഹു വഅഹ്ലഹു, അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ആളുകളെയും നാം രക്ഷപ്പെടുത്തി. എന്തിൽ നിന്ന്? മിനൽ കർബിൽ അളീം, ആ വലിയ പ്രയാസത്തിൽ നിന്ന്, ആ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും രക്ഷപ്പെടുത്തി. വനസ്വർനാഹു മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കിയ ഖൗമിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വനസ്വർനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എവിടുന്ന്? മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ച ആ സമൂഹത്തിൽ നിന്ന്. ഇന്നഹും, തീർച്ചയായും അവർ, കാനു, അവരായിരുന്നു, ഖൗമ സൗഇൻ, ഒരു ദുഷിച്ച സമൂഹമായിരുന്നു. ഖൗമ സൗഇൻ, ഒരു ദുഷിച്ച സമൂഹമായിരുന്നു. ഫഅഗ്റഖ്നാഹും, അപ്പോൾ നാം അവരെ മുക്കി നശിപ്പിച്ചു. അജ്മഈൻ, എല്ലാവരെയും. അതാണ് സൂറത്തുൽ അംബിയയിൽ പറഞ്ഞത്. ആ ദുഷിച്ച സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യത എന്തായിരുന്നു? അല്ലാഹു അല്ലാത്ത പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. സൂറത്ത് നൂഹ് എന്ന അധ്യായത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൂറത്ത് സ്വാഫാത്തിൽ കാണാം, വലഖദ് നാദാനാ നൂഹു ഫനിഅമൽ മുജീബൂൻ വനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. എന്താ പറയുന്നത്? വലഖദ് നാദാനാ നൂഹ്, തീർച്ചയായും നൂഹ് നമ്മെ വിളിച്ചു, അതായത് നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഫല നിഅമൽ മുജീബൂൻ, അപ്പോൾ എത്ര നല്ല ഉത്തരം നൽകുന്നവർ. അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. വനജ്ജയ്നാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ ആളുകളെയും. മിനൽ കർബിൽ അളീം, ആ വലിയ വിപത്തിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആ സൂറത്ത് നൂഹിൽ തന്നെ കാണാം, അല്ലെ? വഖദ് ബയ്യന ജല്ല വഅല അന്ന ദുആ നൂഹ് ഫീഹി സുആലുഹു അല്ലാഹു അൻ യുഹ്ലികഹും ഇഹ്ലാകൻ മുസ്തഇസിലൻ, അവരെ മുച്ചൂട് നശിപ്പിക്കാൻ, മുരടോടെ നശിപ്പിക്കാനാണ് അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചത്. വതിൽക്കൽ ആയാതു ഫീഹാ ബയാനു ലിഖൗലിഹി ഹാഹുന ഫൻതസിർ, കണ്ടോ? അദ്ദേഹം പറഞ്ഞതാണ്, അല്ലാഹുവേ നീ രക്ഷാ നടപടി എടുക്കണമേ. നമ്മൾ പഠിക്കുന്ന ആയത്തില് ഖൗലിഹി തആല, അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ്. എന്താണ്? വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക വലാ യലിദൂ ഇല്ലാ ഫാജിറൻ കഫാറാ. വഖാല നൂഹ്, നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ലാ തദർ, നീ വിട്ടേക്കല്ലേ, അലൽ അർദി, ഭൂമിയിൽ, മിനൽ കാഫിരീന, സത്യനിഷേധികളിൽ നിന്നും, ദയ്യാറ, ഒരു താമസക്കാരനെയും, അല്ലെ, ഈ നാട്ടിൽ ഇനി ഒരു നിവാസിയെയും നീ വിട്ടേക്കരുത്. കാരണം എന്താന്ന് പറയൂ, ഇന്നക ഇൻ തദർഹും, നീ അവരെ വിട്ടേക്കുന്ന പക്ഷം, യുദില്ലു ഇബാദക്, നിന്റെ ദാസന്മാരെ അവർ വഴി പഴപ്പിക്കും, ഷിർക്കിലേക്ക് നയിക്കും. അതാണ്. വലാ യലിദു, അവർ ജനിപ്പിക്കുകയില്ല, ജന്മം നൽകുകയില്ല, ഇല്ലാ ഫാജിറൻ കഫാറ, തോന്നിവാസികളും അതേപോലെ തന്നെ നിഷേധികളുമായ ആളുകൾക്കല്ലാതെ, നന്ദി കെട്ടവരുമായ ആളുകൾക്കല്ലാതെ. വമാ ദുആ നൂഹുൻ അലാ ഖൗമിഹി ഇല്ലാ ബഅദ അൻ ഔഹ അല്ലാഹു ഇലൈഹി അന്നഹു ലാ യുഅ്മിനു മിൻഹും അഹദുൻ ഗൈറുൽ ഖലീൽ അല്ലദീ ആമൻ. ഈ പ്രാർത്ഥന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയത് അള്ളാഹു അദ്ദേഹത്തിന് വഹീ നൽകിയതിനു ശേഷമാണ്. എന്താ വഹീ നൽകിയത്? നൂഹേ, നിന്റെ സമൂഹത്തിൽ നിന്ന് കുറച്ചു പേരല്ലാതെ പിന്നെ വിശ്വസിക്കുകയില്ല. അത് സൂറത്ത് ഹൂദിൽ കാണാം. ഹൂദിലെ 36-ാമത്തെ ആയത്ത് കണ്ടോ? വഊഹിയ ഇലാ നൂഹിൻ
അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമൻ. പിന്നെ 40-ാമത്തെ ആയത്ത് കാണാം, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. വഊഹിയ, നാം വഹ്യ് നൽകി ഇലാ നൂഹിൻ, നൂഹിന്, അന്നഹു തീർച്ചയായും അത് ലൻ യുഅ്മിന വിശ്വസിക്കുകയേ ഇല്ല, മിൻ ഖൗമിക നിന്റെ ജനതയിൽ നിന്ന്, ഇല്ലാ മൻ ഖദ് ആമൻ മുമ്പ് വിശ്വസിച്ചവരല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനി അധികം ആൾക്കാരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നർത്ഥം. സൂറത്ത് ഹൂദിലെ 36-ാമത്തെ ആയത്ത്. പിന്നെ 40-ാമത്തെ ആയത്ത് കാണാം, വമ ആമന മഅഹു അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചില്ല ഇല്ലാ ഖലീൽ കുറച്ചു പേരല്ലാതെ. അപ്പോ ആ സംഭവം മറ്റു പല സൂറത്തുകളിലും വിശദമായി പറയുന്നുണ്ട് എന്നർത്ഥം. ഇപ്പൊ സൂറത്ത് പിന്നെ ഹൂദിലാണ് ഈ പറഞ്ഞത്. അപ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭവം ഖുർആൻ പല ഭാഗത്തും പറയുന്നുണ്ട്. ഇവിടെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? പിന്നെ ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫതസിർ. ഫദഅ, അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു റബ്ബഹു തന്റെ റബ്ബിനോട്, അന്നി തീർച്ചയായും ഞാൻ, മഗ്ലൂബുൻ പരാജിതനാകുന്നു, ഫതസിർ അതുകൊണ്ട് നീ രക്ഷാ നടപടി എടുക്കണമേ. അപ്പോ ഒന്നാമത്തെ റസൂലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ. തുടർന്ന് വന്ന എല്ലാ ദൂതന്മാരും പ്രാർത്ഥിച്ചത് അള്ളാഹുവോട് മാത്രമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഈ റബീഉൽ അവൽ മാസത്തിൽ ആളുകള് അല്ലെ, മുസ്ലിങ്ങളിൽപ്പെട്ട കുറെ ആൾക്കാര് ധാരാളമായി പാടി പറഞ്ഞിരുന്ന മങ്കൂസ് മൗലിദ്, ആ മങ്കൂസ് മൗലിദിലൊക്കെ പറയുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്നാണ്. അഊദു ബില്ലാഹ്. അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും. ഈ മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞൊരു മാല ഉണ്ടല്ലോ, ആ മാലയിൽ പറയുന്നത് എന്താണ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ രക്ഷപ്പെട്ടതും, അതേപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടതൊക്കെ പിന്നെ മുഹിയുദ്ദീൻ ഷേഖിന്റെ ബർക്കത്തുകൊണ്ടാണെന്നാ. അപ്പോ ഖുർആനിലെ ആ ഓരോ ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം, പ്രാർത്ഥനയ്ക്ക് അവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ആരാധനയുടെ ഏത് അംശവും അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്കും തിരിക്കാൻ പാടില്ല. ശരി, ആ ആയത്ത് 10-ാമത്തെ ആയത്ത്, ഫദഅ റബ്ബഹു അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അന്നീ തീർച്ചയായും ഞാൻ, മഗ്ലൂബുൻ പരാജിതനാകുന്നു, ഫതസിർ അതുകൊണ്ട് നീ രക്ഷാ നടപടി എടുക്കണമേ. തുടർന്ന് 11-ാമത്തെ ആയത്ത്, ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. ഫഫതഹ്നാ അപ്പോൾ നാം തുറന്നു, ഫതഹ തുറന്നു, ഫഫതഹ്നാ അപ്പോൾ നാം തുറന്നു, അബ്വാബസ് സമാഇ ആകാശത്തിന്റെ കവാടങ്ങൾ, വാതിലുകൾ. ബാബ് ജംആണ്, അബ്വാബ് അറിയുന്നതാണ്. അപ്പൊ അബ്വാബസ് സമാഇ ആകാശ കവാടങ്ങൾ നാം തുറന്നു. ഫഫതഹ്നാ അബ്വാബസ് സമാഇ എങ്ങനെ? ബിമാഇൻ വെള്ളം കൊണ്ട്. അതെങ്ങനത്തെ വെള്ളമാണ്? മുൻഹമിർ കുത്തിച്ചൊരിയുന്ന വെള്ളം. ഇൻഹമറ യൻഹമിർ ഇൻഹിമാറൻ. ഇൻഹമറ എന്ന് പറഞ്ഞാൽ കുത്തിച്ചൊരിഞ്ഞു, അതാണ് മുൻഹമിർ കുത്തിച്ചൊരിയുന്ന കുത്തിച്ചൊരിയുന്ന വെള്ളം. ഇൻഹമറ ബിമാഇൻ മുൻഹമിർ കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് ആകാശ കവാടങ്ങൾ നാം തുറന്നു. ആ കാര്യം ഖുർആൻ വേറെയും ചില ഭാഗത്ത് പറയുന്നുണ്ട്. ശക്തമായ മഴയാണ് പെയ്തത്. ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. ഫഫതഹ്നാ അപ്പോൾ നാം തുറന്നു. പദങ്ങൾ ഓർക്കണം. ഫതഹ യഫ്തഹു ഫത്ഹൻ. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ. അവിടെ ഒന്നുകൂടിയും അതിൽ ശ്രദ്ധേയമാണ്, അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകി എന്നതാണ്. ഒട്ടും താമസം വരുത്താതെ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഫഫതഹ്നാ നാം തുറന്നു, അബ്വാബസ് സമാഇ ആകാശ കവാടങ്ങൾ, ബിമാഇൻ വെള്ളം കൊണ്ട്, മുൻഹമിർ കുത്തിച്ചൊരിയുന്ന വെള്ളം കൊണ്ട്. അവിടെ കാണാം ഇൻഹമറ കുത്തി ഒഴുകി, അല്ലെങ്കിൽ പിന്നെ പൊളിഞ്ഞു വീണു. ഇൻഹമർക്ക് ആ ഒരു അർത്ഥമുണ്ട്, പൊളിഞ്ഞു വീഴുമാറ്. ഇൻഹിമാർ ഇൻഹമറ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുത്തി കുത്തി ഒഴുകി, കുത്തിച്ചൊരിഞ്ഞു എന്നൊക്കെ. ഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന വ്യാഖ്യാനം കാണാൻ സാധിക്കും. അതെന്താ? ഹുവ അൽ കസീർ ധാരാളമായ മഴ,
ഫജ്ജർനൽ അർദ ഉയൂനൻ, തുടർന്ന് പിന്നെ പറയുന്നുണ്ട് ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടി ഒഴുക്കി. അതാണ്. അപ്പോ ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളവും കൊണ്ട് നാം ആകാശ കവാടങ്ങളെ തുറന്നു. കുല്ല ബാബിൻ ഫിസ് സമാഇ ഇൻഫതഹ, ആകാശത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നു എന്നാണ്. ബിമാഇൻ മുൻഹമിർ സ്വബ്ബൻ ശദീദൻ ഫകാന കഅക്ഫാഹിൽ ഖുർബി ലൈസ കദ്ദുറാത്തിൽ മഅറൂഫ ബൽ അശദ്. വെള്ളത്തുള്ളികളല്ല അല്ലേ, നമ്മൾ പറയല്ലേ പിന്നെ ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ വലിയ വളരെ ശക്തമായ തരത്തിലുള്ള തുള്ളികളാണ്. ആ തരത്തിലുള്ള വെള്ളമാണ് ആകാശത്ത് നിന്ന് അള്ളാഹു പെയ്യിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാഠിന്യം പറയുന്നിടത്ത് സൂറത്ത് ഹൂദ് പറയുന്നുണ്ട് 40-ാമത്തെ ആയത്തിൽ, ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്തൻ നൂർ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ വഫാറ പൊട്ടിയൊഴുകി, അത്തന്നൂർ എന്ത്, അടുപ്പ് നീരുറവ പൊട്ടാൻ തുടങ്ങി. അത്ര ശക്തമായ വെള്ളമാണ് അല്ലെങ്കിൽ മഴയാണ് പെയ്തത്. മനസ്സിലായില്ലേ? ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്തൻ നൂർ. സൂറത്ത് ഹൂദിൽ ഈ സംഭവം വിശദമായി പല ആയത്തുകളും പറയുന്നുണ്ട്. ഹൂദ് സൂറത്തിലെ 40-ാമത്തെ ആയത്താണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ കാണാം, فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم. അത് കഴിഞ്ഞിട്ട് حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين وأهلك إلا ما سبق عليه القول ومن آمن وما آمن معه إلا قليل. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്താണിത്. അപ്പൊ അതിൽ ആദ്യ ഭാഗത്ത് നമ്മുടെ കൽപ്പന വന്നപ്പോൾ വഫാറ പൊട്ടി ഒഴുകി, അത്തന്നൂർ അല്ലെ, അടുപ്പിൽ നിന്ന് ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങി. അത്ര ശക്തമായിട്ടാണ് പെയ്തത്. അപ്പൊ ഇവിടെ ആ കാര്യം പറയാൻ വേണ്ടി അള്ളാഹു പ്രയോഗിച്ചത് എന്താണ്? ആകാശ കവാടങ്ങൾ തുറന്നു എന്താണ്. ഫഫതഹ്ന നാം തുറന്നു, അബ്വാബ സമാഇ ആകാശവാതിലുകൾ, ബിമാഇൻ മുൻഹമിർ കുത്തിച്ചൊരിയുന്ന വെള്ളവുമായിട്ട്. അതില് മറ്റൊരു സ്വഹീഹായ മറ്റൊരു ഖിറാഅത്ത് ഉണ്ട്. ഫതഹ്ന എന്നർത്ഥ ഫത്തഹ്ന എന്നുണ്ട്. ഫത്തഹ്ന അതും അംഗീകരിക്കപ്പെട്ട ഖിറാഅത്താണ്. കിലാഹുമാ ഹഖ്. തമീർ റഹ്മത്തുള്ളാഹി പറയുന്നിടത്ത് പറയാണ് ഇത് രണ്ടും എന്താണ്, ഹഖാണ്, സത്യമാണ്, രണ്ടും അംഗീകരിക്കപ്പെട്ട ഖിറാഅത്താകുന്നു. ഫത്തഹ്ന എന്ന് പറയുമ്പോഴും ശക്തമായ നിലക്ക് എന്നൊരർത്ഥം വരും അല്ലെ. വെറും തുറക്കല്ല, ഒന്നാകെ തുറന്നു, മലർക്കേ തുറന്നു എന്നൊക്കെ പറയാറില്ലേ, ആ അർത്ഥത്തിൽ. അപ്പൊ അദ്ദേഹം അത് വിശദീകരിച്ചിട്ട് ആ ഒരു അങ്ങനെ ഒരു ഖിറാഅത്തും അതിലുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നു. എന്താ അറിയോ? وينبغي لمن علم القراءة الأخرى أن يقرأ بهذه تارة وهذه تارة. ഇത് ഈ രണ്ട് ഖിറാഅത്തുകളും അംഗീകരിക്കപ്പെട്ട ഖിറാഅത്താണ്. അപ്പൊ ഇത് അറിയുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും മാറി മാറി ഓതാം. ഫത്തഹ്ന എന്നും ഓതാം, ഒരിക്കൽ അങ്ങനെ ഓതാം, മറ്റൊരിക്കൽ ഫതഹ്ന എന്നും ഓതാം. എന്നാൽ ബിശർത്തി അല്ലാ യകൂന ദാലിക ബിഹദറത്തിൽ അവാം അല്ലെ, സാധാരണ മനുഷ്യന്മാര്, സാധാരണ ആൾക്കാരുണ്ടല്ലോ, പാമരന്മാരായ മനുഷ്യന്മാർ, അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഓതിയാൽ അവര് തെറ്റിദ്ധരിക്കാൻ കാരണമാകും. അങ്ങനെയൊക്കെ ഖിറാഅത്തുകൾ വ്യത്യസ്ത രൂപങ്ങളുണ്ട്, സ്വഹീഹായി വന്നിട്ടുണ്ട് എന്നൊന്നും അറിയാത്ത മനുഷ്യന്മാരുടെ അടുക്കൽ പോയിട്ട് അങ്ങനെ ഓതിയത് എന്താവും, അത് കണ്ടോ. അന്നൽ അവാമ ലാ യംബഗി അൻ തഖ്റഅ അലൈഹിം ഖിറാഅത ഖാരിജ അനിൽ മുസ്ഹഫി അല്ലദി ബിഐദിഹിം ഫതഹ്ദുതു ലഹും തശ്വീഷൻ. അവരുടെ കയ്യിലുള്ള ഖുർആനിൽ അവർ കണ്ടിട്ടുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഓതിയാൽ അവർക്കത് തശ്വീഷ് ഉണ്ടാക്കും, ഒരു ആശയക്കുഴപ്പത്തിന് കാരണമാകും. ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പല പ്രഭാഷണങ്ങളും പല ക്ലിപ്പുകളും ആളുകൾ ദുരുപയോഗം ചെയ്യാറുണ്ട്. എന്തായാലും അത് ഇസ്ലാമിന്റെ വിശ്വാസപരമായ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തതാണെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ കേൾക്കുമ്പോൾ സ്വാഭാവികമായി അവരുടെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം അത് കൈകാര്യം ചെയ്യാൻ എന്ന ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, പലയിടത്തും അദ്ദേഹം പറയാറുണ്ട്. തമീർ റഹ്മത്തുള്ളാഹി ഈ ദഅവ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പറയുന്നിടത്ത് അല്ലെ, അത് ആദാബുകൾ പറയുന്നിടത്ത് പറയുന്നുണ്ട്. ആമത്തുന്നാസ്, പൊതുജനങ്ങളുടെ മുമ്പിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തിടരുത്. അത് പണ്ഡിതന്മാർക്കിടയിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. എന്നതുപോലെ ഈ ഖിറാഅത്ത് അറിയാത്തൊരു ആൾക്കാരെ കൂട്ടത്തിൽ പോയിട്ട് അങ്ങനെ ഓതാൻ അത് ഭൂഷണമല്ല. കാരണം എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? അത് അവരുടെ മനസ്സിൽ ഖുർആനിനോട് തന്നെ ഒരു അവമതിപ്പുണ്ടാകാൻ കാരണമായി തീരും. എത്ര സത്യമാണത്.
വറുബമാ തഹ്ബിതു മൻസിലത്തുൽ ഖുർആനി ഫീ നുഫൂസിഹിം. എന്താ ഖുർആനിലെ ഒരു ഒരിക്കൽ ഇങ്ങനെ പറയാ, മറ്റൊരിക്കൽ അങ്ങനെ ഓതുക. ഔ യൻസബൂക ഇലൽ ഗലത്തി വത്തഹരീഫി ലാകിൻ ഇൻദ തലബത്തിൽ ഇൽമി വഇൻദ തഅലീമി. പക്ഷേ നമ്മളിപ്പോ പഠിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മളിത് മനസ്സിലാക്കി വെക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ സാധാരണക്കാർക്കിടയിൽ അങ്ങനെ അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രൂപത്തിൽ അത് ഉത്തമമല്ല, അത് ഓതുന്നത് ഉത്തമമല്ല. അതാണ്. പിന്നെ അദ്ദേഹം പിന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്, അത് പിന്നെ അറിയുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ഓതണം, രണ്ട് രീതിയിൽ ഓതണം. എന്താ കാര്യം? അത് പിന്നെ അതിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ അത് ജനങ്ങളെ അത് പഠിപ്പിക്കണം, മനസ്സിലാക്കണം. അത് അറിയാത്ത ആൾക്കാരെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഓതാൻ പാടില്ല. ഏതായിരുന്നാലും മറ്റൊരു വിഷയമാണത്. അവിടെ ഫത്തഹന എന്നുള്ളത് ഫത്തഹന എന്നും ഖിറാഅത്ത് എന്നർത്ഥം. രണ്ടും അർത്ഥം വളരെ കൃത്യമാണ്. ഫത്തഹന, അപ്പോൾ എന്നിട്ട് നാം പിന്നെ തുറന്നു, അബ്വാബ സമായി, ആകാശ കവാടങ്ങൾ, ബിമാഇൻ മുൻഹമിർ, ബിമാഇൻ വെള്ളം കൊണ്ട്, മുൻഹമിർ കുത്തിച്ചൊരിയുന്ന വെള്ളം കൊണ്ട്. അപ്പൊ ആ സംഭവം, അതാ കാര്യം ഖുർആൻ പല ഭാഗത്തും പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നു, അതിന് തുടർച്ചയാണ്. വഫജ്ജർനൽ അർദ ഉയൂനൻ ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. വഫജ്ജർന എന്താണ് ഫജ്ജറ? സൂറത്ത് പിന്നെ ഇൻസാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫജ്ജറ, യുഫജ്ജിറു തഫ്ജീർ അല്ലെ? എന്താ ഫജ്ജറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചൊഴുക്കി. ഫജ്ജർന പിന്നെ പൊട്ടി ഒഴുക്കി അല്ലെങ്കിൽ പൊട്ടിച്ചൊഴുക്കി. ഫജ്ജറ പൊട്ടി ഒഴുക്കി, യുഫജ്ജിറു പൊട്ടി ഒഴുക്കുന്നു, തഫ്ജീറൻ പൊട്ടി ഒഴുക്കൽ അല്ലെങ്കിൽ പൊട്ടിച്ചൊഴുക്കൽ. രണ്ടും മലയാളത്തിൽ പറയാവുന്നതാണ്. ഫജ്ജർന നാം പൊട്ടി ഒഴുക്കി, അൽ അർദ ഭൂമിയെ, ഉയൂനൻ അരുവികളാൽ, അരുവികൾ കൊണ്ട്. ഫൽതഖ അടുത്ത ഭാഗമാണ് ഇത് പറയാം. ഫൽതഖ, ഇൽതഖ എന്താ? സംഗമിച്ചു, സന്ധിച്ചു. അവിടെ കാണാം ഫൽതഖ, അപ്പോൾ സന്ധിച്ചു. അൽ മാഉ വെള്ളം, അലാ അംരിൻ ഖദ് ഖുദിർ, അലാ അംരിൻ ഒരു കാര്യത്തിന്റെ മേൽ. അതേതാ കാര്യം? ഖദ് ഖുദിർ നിശ്ചയിക്കപ്പെട്ട, തീരുമാനിക്കപ്പെട്ട. അപ്പൊ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി, നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വെള്ളം സന്ധിച്ചു. എന്താ നിർണയിക്കപ്പെട്ട കാര്യം? അല്ലേ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും രക്ഷപ്പെടുത്തലും അല്ലാത്തവരെ മുക്കി നശിപ്പിക്കലും, അതാ തീരുമാനിക്കപ്പെട്ട കാര്യം. അതിനു വേണ്ടി വെള്ളം എന്ത് ചെയ്തു? സന്ധിച്ചു. എന്താണ്? വഫജ്ജർന നാം പൊട്ടി ഒഴുക്കി അല്ലെങ്കിൽ പൊട്ടിച്ചൊഴുക്കി, അൽ അർദ ഭൂമിയെ, ഉയൂനൻ അരുവികൾ കൊണ്ട്, അരുവികളാൽ. പിന്നെ ഫൽതഖൽ മാഉ അപ്പോൾ വെള്ളം സന്ധിച്ചു. അവിടെ ഉദ്ദേശിക്കുന്നത് അറിയോ? ആകാശത്തു നിന്നുള്ള മഴ വെള്ളവും ഭൂമിയിൽ നിന്നുള്ള ഉറവ് വെള്ളം കൂടി സന്ധിച്ചു. അപ്പൊ എത്ര ശക്തമായിരിക്കും മഴ? അതാണ് ഫൽതഖൽ മാഉ എന്ന് പറഞ്ഞത്. വെള്ളം സന്ധിച്ചു, സംഗമിച്ചു. അലാ അംരിൻ ഒരു കാര്യത്തിന്റെ മേൽ, ഒരു കാര്യത്തിന് വേണ്ടി. അതേതാ കാര്യം? ഖദ് ഖുദിർ തീരുമാനിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി. അപ്പൊ ഒന്നിച്ച് പറയുമ്പോൾ എങ്ങനെ പറയാം? പിന്നെ ഭൂമിയെ നാം ഉറവുകൾ പൊട്ടി ഒഴുക്കുകയും ചെയ്തു. ഭൂമിയെ നാം ഉറവുകൾ പൊട്ടി ഒഴുക്കുകയും ചെയ്തു. പിന്നെ എന്നിട്ട് നിർണയം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യത്തിൽ ആ വെള്ളം കൂട്ടിമുട്ടി. എന്നിട്ട് നിർണയം ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യത്തിന്റെ മേൽ, ഒരു കാര്യത്തിന് വേണ്ടി ആ വെള്ളം എന്ത് ചെയ്തു? കൂട്ടിമുട്ടി. ഭൂമിയിൽ നാം ഉറവുകൾ പൊട്ടി ഒഴുക്കുകയും ചെയ്തു. അങ്ങനെ നിർണയിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യത്തിനായി വെള്ളം സന്ധിച്ചു. നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിനായി വെള്ളം സന്ധിച്ചു. പറയാം. വഫജ്ജർനൽ അർദ ഉയൂനൻ ഉയൂനൻ ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. ഖിറാഅത്ത് ശ്രദ്ധിക്കണം. വഫജ്ജർനൽ അർദ ഉയൂനൻ, അൽ ഇഖ്ഫാഉ ബിഗുന്ന. അപ്പോ عيونا فالتقى الماء على أمر قد قدر وفجرنا നാം പൊട്ടി ഒഴുക്കുകയും ചെയ്തു. അൽ അർദ ഭൂമിയെ, ഉയൂനൻ അരുവികളാൽ. അതായത് ഭൂമിയിൽ നാം ഉറവകൾ പൊട്ടിക്കുകയും ചെയ്തു.
ഫജ്ജർനൽ അർദ ഉയൂനൻ, ഭൂമിയിൽ നാം ഉറവകൾ പൊട്ടിക്കുകയും ചെയ്തു. ഫൽതഖൽ മാഉ, അപ്പോൾ വെള്ളം സന്ധിച്ചു. അലാ അംരിൻ ഖദ് ഖുദിർ, ഖിറാഅത്തിൽ അലാ അംരിൻ ഖദ് ഖുദിർ, അലാ അംരിൻ ഖദ് ഖുദിർ. എന്താ അലാ അംരിൻ, ഒരു കാര്യത്തിന് വേണ്ടി. അത് ഏതാ കാര്യം? ഖദ് ഖുദിർ, തീരുമാനിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി. അതാണ് ആ ആയത്ത്, 12ാമത്തെ ആയത്ത്. അതിൽ ഓരോ പദങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ നമ്മുടെ മനസ്സിലത് പതിയുള്ളൂ. എപ്പോ ഏത് സമയത്ത് ഇത് ഓതുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ അർത്ഥം ഇങ്ങനെ വരണം. ഫജ്ജർനൽ അർദ ഉയൂനൻ, ഭൂമിയിൽ നാം ഉറവകൾ പൊട്ടിക്കുകയും ചെയ്തു. ഫജ്ജർന, നാം പൊട്ടിക്കുകയും ചെയ്തു, അൽ അർദ, ഭൂമിയിൽ, ഉയൂനൻ, ഉറവകൾ. ഫൽതഖൽ മാഉ, ഫൽതഖൽ മാഉ, അങ്ങനെ വെള്ളം സന്ധിച്ചു. അലാ അംരിൻ ഖദ് ഖുദിർ, അലാ അംരിൻ, ഒരു കാര്യത്തിനായി. അമ്രു എന്ന കാര്യം, കൽപ്പന നടത്തേണ്ട. ഇവിടെ എന്താ അർത്ഥം? കാര്യം. അതേതാ കാര്യം? ഖദ് ഖുദിർ, നിർണയിക്കപ്പെട്ടു കഴിഞ്ഞ, തീരുമാനിക്കപ്പെട്ട കഴിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി വെള്ളം സന്ധിച്ചു. അതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പോ ഫജ്ജർനൽ അർദ ഉയൂനൻ ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, ഐ നബഅത് ജമീഉ അർജാഇൽ അർദി. ഇബ്നു ഖുസൈം എന്ന് പറയാണ്, നബഅത് എന്ന ഒഴുകി, ഉറവ വന്നു. ജമീഉ അർജാഇൽ അർദി, ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും. ഹത്താ തനാനീർ, കണ്ടോ, അടുപ്പുകളിൽ നിന്ന് പോലും. അടുപ്പ് എന്ന് പറഞ്ഞാൽ തീ പിന്നെ പൂട്ടുന്ന സ്ഥലമാണല്ലോ, തീയാണല്ലോ അവിടെ ഉണ്ടാകുക. പക്ഷെ ആ അടുപ്പുകളിൽ നിന്ന് പോലും എന്തായി? വെള്ളം. അല്ലത്തി ഹിയ മഹാലു നീറാൻ, ഈ അടുപ്പ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ മഹലാണ്? എന്തിന്റെ സ്ഥലമാണ്? തീയിന്റെ സ്ഥലമാണ്. നബഅത്തു ഉയൂനൻ, അവിടെ നിന്ന് പോലും ഉറവ് പൊട്ടാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാം ഫൽതഖൽ മാഉ ഐ മിനസ് സമാഇ വ മിനൽ അർദി. കണ്ടോ, വെള്ളം കൂട്ടിമുട്ടി എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്നുള്ള വെള്ളവും ഭൂമിയിൽ നിന്നുള്ള ഉറവ വെള്ളവും, ഉറവ് ജലവും. അലാ അംരിൻ ഖദ് ഖുദിർ, അലാ ഐ അംരിൻ മുഖ്തദർ, തീരുമാനിക്കപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി. അതേതാ തീരുമാനിക്കപ്പെട്ട കാര്യം? വെള്ളപ്പൊക്കം, ജലപ്രളയം, അതിനു വേണ്ടിയിട്ട്. അതാണ് ആ ആയത്തിനെ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر. അവിടെ ഐ ഉയൂനൻ മിനൽ മിയാഹി വതഅമ്മൽ ഖൗലുഹു തആല വഫജ്ജർനൽ അർദ ഉയൂനൻ. ഈ ഫജ്ജർനൽ അർദ ഉയൂനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ നാം ഉറവകൾ പൊട്ടിച്ചൊഴുക്കി, അല്ലെങ്കിൽ പൊട്ടിയൊഴുക്കി. അത് അതിന്റെ കാഠിന്യം അറിയിക്കുന്നതാണ് സൂറത്ത് ഹൂദ്, നേരത്തെ പറഞ്ഞ 40ാമത്തെ ആയത്ത്. ഹത്താ ഇദാ ജാ അംറുനാ വഫാറത്തന്നൂർ, നമ്മുടെ കൽപ്പന വന്നപ്പോൾ പിന്നെ അടുപ്പുകൾ പോലും ഉറവ് ജലത്തിന്റെ കേന്ദ്രമായി. അടുപ്പുകളിൽ നിന്ന് പോലും ഉറവ് പൊട്ടാൻ തുടങ്ങി. പിന്നെ ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ, ഹുനാ മാആനി മാഉ നാസിലു മിനസ് സമാഇ ദല്ല അലൈഹി ഖൗലുഹു ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ. ഇവിടെ രണ്ട് വെള്ളം സന്ധിച്ചിട്ട്, ഒന്ന് നേരത്തെ പറഞ്ഞ ആകാശത്ത് നിന്ന് കുത്തിച്ചൊരിഞ്ഞ വെള്ളം, അതേപോലെ ഫജ്ജർനൽ അർദ ഉയൂനൻ എന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്ന് പൊട്ടി ഒഴുകിയ വെള്ളം. അതാണ് ആ രണ്ട് വെള്ളവും കൂട്ടി പിന്നെ എന്തായി? സന്ധിച്ചു, കൂട്ടിമുട്ടി എന്ന് പറഞ്ഞത്. പിന്നെ അലാ അംരിൻ ഖദ് ഖുദിർ ഐ അലാ ഷൈഇൻ ഖദ് ഖലാഹു അല്ലാഹു തആല വഖദ്ദറഹു ഫിൽ അസൽ ഫഇന്നഹു മാ മിൻ ഷൈഇൻ യുഹദിസു ഇല്ലാ വഹുവ മക്തൂബുൻ കമാ ഖാല തആല. ഇത് അല്ലാഹ് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാ കാര്യവും നാം അഹ്സൈനാഹു, അത് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു, ഫീ ഇമാമിൻ മുബീൻ, ഒരു വ്യക്തമായ രേഖയിൽ, അതായത് ലൗഹുൽ മഹ്ഫൂദിൽ. അള്ളാഹുവിന്റെ തീരുമാനം നേരത്തെ ഉള്ളതാണ്. എന്ത്? ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. അതാണ് അലാ അംരിൻ ഖദ് ഖുദിർ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ആയത്തിലെ പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഫജ്ജർനൽ അർദ ഉയൂനൻ ഫൽതഖൽ മാഉ അലാ അംരിൻ ഖദ് ഖുദിർ. ശരിയായിരിക്കുന്നിടത്ത് പിന്നെ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫജഅലത്തിസ് സമാഉ യൻസിലു മിൻഹാ മിനൽ മാഇ ഷൈഉൻ ഖാരിഖുൻ ലിൽ ആദ. അസാധാരണമായ തരത്തിലാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയാൻ തുടങ്ങിയത്. ഖാരിഖുൽ ആദ എന്ന് പറഞ്ഞാൽ. വതഫജ്ജറത്തിൽ അർദു കുല്ലുഹാ ഹത്ത തന്നൂർ അല്ലദി ലം തജർ അൽ ആദതു ബി വുജൂദിൽ മാഇ ഫീഹി. അതേപോലെ അസാധാരണമായ രീതിയിൽ ആ ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടാൻ തുടങ്ങിയത്. ഏതുപോലെ? അടുപ്പിൽ നിന്ന് പോലും ഉറവ് പൊട്ടാൻ തുടങ്ങിയത്. ഫദലൻ അൻ ഖൗലിഹി മൻബഅൻ ലിൽ മാഇ ലിഅന്നഹു മൗദിഉൻ നാർ. തീയിന്റെ കേന്ദ്രമായ അടുപ്പിൽ നിന്നാണ് ആ വെള്ളം പൊട്ടാൻ തുടങ്ങിയത്. ഫൽതഖൽ മാഉ ഐ മിനസ് മാഉസ് സമാഇ വൽ അർദി, ആകാശത്തു നിന്നുമുള്ള വെള്ളവും
ഭൂമി എന്നുള്ള ഉറവ് ജലവും കൂടി കൂട്ടിമുട്ടി. അല അംരിൻ മിനല്ലാഹി തആല ഖദ് ഖുദിർ ഐ ഖദ് ഖതബഹു അല്ലാഹു ഫിൽ അസൽ വഖളാഹു ഉഖൂബത്തൻ ലിഹാഉലാഇ ളാലിബീന അത്വാഗീൻ. അല്ലേ, അള്ളാഹു തീരുമാനിച്ച കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ തീരുമാനം? ഈ അക്രമികളെ, ഈ ധിക്കാരികളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ആ ജലപ്രളയം അള്ളാഹു ഉണ്ടാക്കിയത്. ശരി, അപ്പൊ അതാണ് ആയത്ത്. തുടർന്ന് 13-ാമത്തെ ആയത്ത് وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر. ഇതിലെ തുടർച്ചയാത്ത ആയത്ത് ولقد تركناها آية فهل من مدكر. നമുക്കറിയുന്ന സംഭവമാണ്, അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വഹമൽനാഹു, അദ്ദേഹത്തെ നാം വഹിച്ചു. ഹമല, വഹിച്ചു. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുള്ള പദമാണ് വഹമൽനാഹു, അദ്ദേഹത്തെ നാം വഹിച്ചു. അലാ ദാത്തി അൽവാഹിൻ, എന്താ അല മേൽ, എന്തിന്റെ മേൽ? ദാത്തി ഉള്ള, എന്തുള്ള? അൽവാഹിൻ പലകകൾ. ലൗഹ എന്ന് പറഞ്ഞ പലക. സൂറത്ത് ബുറൂജിൽ കാണാം ഫീ ലൗഹിൻ മഹ്ഫൂദ്, അല്ലെ, സംരക്ഷിത ഫലകം. ഇവിടെതാണ് ലൗഹിൻ മഹ്ഫൂദ്. ഇവിടെ ലൗഹ ജംആണ് അൽവാഹ്. അപ്പൊ പലകകളുള്ള, പിന്നെ അലാ ദാത്തി അൽവാഹിൻ പലകകളുള്ള, വദുസുർ ആണികളും. അപ്പോ പലകകളും ആണികളും ഉള്ളതിൽ നാം അദ്ദേഹത്തെ വഹിച്ചു. അതെന്താ ഉദ്ദേശിക്കുന്നത്? കപ്പൽ, കപ്പലിൽ നാം അദ്ദേഹത്തെ വഹിച്ചു. വഹമൽനാഹു, നാം അദ്ദേഹത്തെ വഹിച്ചു. അലാ ദാത്തി അൽവാഹിൻ പലകകൾ ഉള്ള ഒന്നിൽ, വദുസുർ ആണികളും. ഈ ദിസാർ ജംആണ് ദുസുർ. കേട്ടോ, കിതാബ് കുത്തുബ് പോലെ. കിതാബ് നമുക്കറിയുന്ന പദാണല്ലോ, കിതാബ് ആ വസനാണ്. അതിന് ജം എന്താ? കുത്തുബ്. അതുപോലെ ദിസാർ ദുസുർ. ഈ ദിസാറിന് മറ്റൊരർത്ഥം കൂടി എന്താ അറിയോ? ഈ പലകകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി കെട്ടുന്ന കയറിനും അറബിയിൽ ദിസാർ എന്ന് പറയും. ഇപ്പോ ബഗവി റഹ്മത്തുള്ളാഹിയൊക്കെ ആ അർത്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ ഹമൽനാഹു, നാം അദ്ദേഹത്തെ വഹിച്ചു. അലാ ദാത്തി അൽവാഹിൻ വദുസുർ പലകകളും അത് കെട്ടുന്ന കയറുകളുമുള്ള ഒന്നിൽ. ഉദ്ദേശം എന്താണ്? പിന്നെ ഇത് കപ്പലാണ്. മറ്റൊന്ന് അതിലൊരു സൂചനയുണ്ട് എന്നാണ്. എങ്ങനെയാണ് കപ്പൽ നിർമ്മിക്കുക എന്നതിലേക്കുള്ള ഒരു അറിയിപ്പും അതിലുണ്ട്. എങ്ങനെയാണ്? പലകകൾ കൊണ്ടും ആണികൾ കൊണ്ടും അല്ലെങ്കിൽ അതേപോലെ കെട്ടുന്ന കയറുകൾ കൊണ്ടുമൊക്കെയാണ് കപ്പൽ. പ്രത്യേകിച്ച് പ്രാകൃത കാലത്ത്, ഇന്നത്തെ യന്ത്രവൽകൃത കപ്പലൊന്നുമല്ല, അല്ലെ, പായക്കപ്പലും അതുപോലെയുള്ള കപ്പലൊക്കെ അതിന്റെ ഒക്കെ ഒരു മോഡൽ. ആദ്യമായി പിന്നെ ലോകത്ത് കപ്പൽ നിർമ്മിച്ചത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ കപ്പൽ എന്നതിന്, ആ വാഹനത്തിന്. ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ. ശരി, അപ്പൊ എന്താ പറഞ്ഞത്? വഹമൽനാഹു, നാം അദ്ദേഹത്തെ വഹിച്ചു. അലാ ദാത്തി അൽവാഹിം വദുസുർ, പലകകളും ആണികളുമുള്ള ഒന്നിൽ. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിം വദുസുർ പലകകളും ആണികളുമുള്ള ഒന്നിന്മേൽ, അതായത് കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു, അതായത് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിം വദുസുർ. ആ സംഭവം നമ്മൾക്ക് കേട്ട് പരിചയമുള്ളതാണ്. പക്ഷെ ഈ ആയത്തിൽ പറഞ്ഞ പദങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം, മനസ്സിലാക്കണം. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിൻ വദുസുർ ഹമൽനാ നൂഹൻ വഅഹ്ലഹു ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും. നേരത്തെ സൂറത്ത് ഹൂദിൽ പറഞ്ഞതുപോലെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ അദ്ദേഹത്തിന്റെ ആളുകളെയും അള്ളാഹു വഹിച്ചു. എന്നാൽ അള്ളാഹുവിന്റെ വാക്ക് മുൻകടന്നവർ ഒഴികെ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ വാക്ക്. വഅമറഹുല്ലാഹു തആല യഹ്മില ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇസ്നൈനി വമൻ ആമന മഅഹു. എല്ലാത്തിൽ നിന്നും ഈ രണ്ട് ഇണകളെയും അദ്ദേഹത്തിന് വിശ്വസിച്ചവരെയും അതിൽ കയറ്റാൻ വേണ്ടി അള്ളാഹു തആല കൽപ്പിച്ചു. വമ ആമന മഅഹു ഇല്ലാ ഖലീൽ. നേരത്തെ സൂറത്ത് ഹൂദിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, കുറച്ച് ആൾക്കാരില്ലാത്തവരൊന്നും അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടില്ല. ഹമലഹുല്ലാഹു അലാ ദാത്തി അൽവാഹി വദുസുർ യഅനി അലാ സഫീനത്തി ദാത്തി അൽവാഹി വദുസുർ. ആണികളും പലകകളുമുള്ള ഒന്നിൽ അദ്ദേഹത്തെ അള്ളാഹു വഹിച്ചു. വകാന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം യസ്നഉഹാ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ് അത് ഉണ്ടാക്കിയത്. ഫയമുറു ബിഹി ഖൗമുഹു. അതിങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആൾക്കാർ അതിന്റെ അടുത്തുകൂടെ നടന്നു പോകും. വയസ്ഖറൂന മിൻഹു. അവർ അദ്ദേഹത്തെ കളിയാക്കി.
ഈ പിന്നെ മരുഭൂമിയിൽ എന്തിനാണ് നൂഹേ നീ കപ്പലുണ്ടാക്കുന്നത്, നീ ഭ്രാന്തനാണോ എന്നൊക്കെ പറഞ്ഞു എന്നാണ് സൂറത്ത് ഹൂദിൽ കാണാം. വയസ്നഉൽ ഫുൽക വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറൂ മിൻഹു ഖാല ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ ഫസൗഫ തഅലമൂന മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി വയഹില്ലു അലൈഹി അദാബുൻ മുഖീം. സൂറത്ത് ഹൂദിലെ 38-ാമത്തെയും 39-ാമത്തെ ആയത്താണ്. എന്താണ്? വയസ്നഉൽ ഫുൽക, അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്നു. വകുല്ലമാ മറ അലൈഹി, അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം മലഉൻ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ പ്രമാണിമാർ, അല്ലെ പ്രമുഖന്മാർ നടന്നു പോകുമ്പോ സഖിറു മിൻഹു, അവർ അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇൻ തസ്ഖറു മിന്ന, നിങ്ങൾ നമ്മെ പരിഹസിക്കുന്നുവെങ്കിൽ ഇന്നാ നസ്ഖറു മിൻകും, നമ്മൾ നിങ്ങളെ പരിഹസിക്കും. കമാ തസ്ഖറൂൻ, നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ. പിന്നെ ഫസൗഫ തഅലമൂന, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും, മൻ യഅതീഹി, ആർക്കാണ് വരിക, അദാബുൻ യുഖ്സീഹി, തന്നെ അപമാനിക്കുന്ന ശിക്ഷ ആർക്കാണ് വരിക എന്ന് മനസ്സിലാകും. വയഹില്ലു അലൈഹി അദാബുൻ മുഖീം, ശാശ്വതമായ ശിക്ഷ ആർക്കാണ് ഇറങ്ങുക എന്നും അപ്പം മനസ്സിലാകും. ഒക്കെ വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത് അല്ലെ. ദീനിയായിട്ടുള്ള ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ അതിലൊക്കെ കണിശത പാലിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ പലതരത്തിലും പരിഹസിക്കുന്നവരുണ്ട്. ആ പരിഹസിക്കുന്ന ആളുകൾക്ക് ഈ ആളുകൾ ആചരിക്കുന്ന വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ അതിന്റെ അന്തസ്സത്തയോ അതിലടങ്ങിയിരിക്കുന്ന കൃത്യമായ കാര്യങ്ങളൊന്നും അറിയില്ല. ബാഹ്യമായി വിലയിരുത്തിക്കൊണ്ട് അവർ പരിഹസിക്കുകയാണ്. സൂറത്ത് മുത്തഫിഫീൻ പറയുന്നുണ്ടല്ലോ അല്ലെ, ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ, കുറ്റവാളികളായ ആൾക്കാർ മുഅ്മിനീങ്ങളെ നോക്കിക്കൊണ്ട് കളിയാക്കി ചിരിക്കും. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ, അവർ അവരുടെ അരികിൽ നടന്നു പോയാൽ പരസ്പരം കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കൃത്യമായ വേഷവിധാനത്തോടു കൂടി നടക്കുന്ന സഹോദരിമാരെ പരിഹസിക്കുന്നവരുണ്ട്. അത് മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരെന്ന് പോലും അങ്ങനെ കാണാൻ സാധിക്കും. പൂർണ്ണമായി മുഖം പോലും മറച്ച് നടക്കുന്നവരെ. അതേപോലെ തന്നെ ഇസ്ലാമികമായ ഷിആറുകളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ, നന്നായി താടി വെക്കുന്ന, അതേപോലെ തന്നെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാതിരിക്കാൻ വളരെ സൂക്ഷിക്കുന്ന, ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ നിഷ്ഠ പുലർത്തുന്ന ആൾക്കാർ കളിയാക്കി ചിരിക്കും. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനു യദ്ഹഖൂൻ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ വഇദാ ഖലബു ഇലാ അഹ്ലിഹിം മുൻഖലബു ഫഖീഹീൻ. എന്നിട്ട് അവരുടെ ആൾക്കാരുമായി കൂടിയിരിക്കുമ്പോൾ എന്താവും, ഇങ്ങനെ പറയും. ഈ പോയത്തക്കാരെ കുറിച്ച് അവർ സംസാരിക്കും. അവരുടെ ദൃഷ്ടിയിൽ അവർ പോയത്തക്കാരാണല്ലോ അല്ലേ. അപ്പോ അവർ എന്നിട്ട് അവസാനം അല്ലാഹു പറയാണ്, എന്നാൽ ഫൽ യൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ, ഖിയാമത്ത് നാളിൽ വിശ്വാസികൾ അവർ നോക്കിക്കൊണ്ട് ചിരിക്കും. അലൽ അറായികി യൻദുറൂൻ, സ്വർഗീയ ചാരു കസേരകളിൽ അവർ ചാരി ഇരുന്നു കൊണ്ട് നോക്കിക്കാണും. എന്താ നോക്കിക്കാണുക? ഹൽ സുബ്ബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ഹൽ സുബ്ബിബൽ കുഫാറു, സത്യനിഷേധികൾക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ? ഹൽ സുബ്ബിബൽ കുഫാർ മാ കാനൂ യഫ്അലൂ, അവർ ചെയ്തിരുന്നതിന് എന്ന് വിശ്വാസികൾ നോക്കിക്കാണും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിഷ്ഠ കാണിക്കുന്നത് ഒരിക്കലും ആക്ഷേപാർഹമായ കാര്യമല്ല. ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ച കൽപ്പന അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത് ഒരു ഭ്രാന്തൻ പണിയല്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് അദ്ദേഹം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അത് നിർമ്മിക്കുന്നത്. അപ്പൊ അത് ആ കാര്യം സൂറത്ത് ഹൂദിലെ 38-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ശരി, ഇവിടെ വളരെ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞത്. വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ. നമുക്ക് അറിയാത്ത പദങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം. ദിസാറ് ജം ആണ് ദുസുർ. എന്നിട്ട് പിന്നെ അത് പറയാൻ തജ്രീ ബി അഅ്യുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. തജ്രീ, അത് സഞ്ചരിക്കുന്നു അല്ലെ. ആ കപ്പലിനെ പറ്റിയാണ് തജ്രീ, അത് സഞ്ചരിക്കുന്നു. ബി അഅ്യുനിനാ, നമുക്കറിയുന്ന പദമാണ്. ഐന് ജം അഅ്യുൻ. ഐൻ എന്ന് പറഞ്ഞ കണ്ണ്, ദൃഷ്ടി. അഅ്യുൻ എന്ന് പറഞ്ഞ കണ്ണുകൾ. ഉദ്ദേശിക്കുന്നത് അത് ആ കപ്പൽ നമ്മുടെ കൺമുമ്പിൽ സഞ്ചരിക്കുന്നു. നമ്മുടെ കണ്ണുകളിൽ സഞ്ചരിക്കുന്നു, നമ്മുടെ കൺമുമ്പിൽ. എന്താ അവിടെ കൺമുമ്പിൽ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിൽ എന്നാണ്. അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിക്കുന്നു. തജ്രി, അത് സഞ്ചരിക്കുന്നു ബി അഅ്യുനിന, നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ മേൽനോട്ടത്തിൽ. അതാകട്ടെ
ജസാഅൻ ലിമൻ കാന കുഫിർ. ജസാഅൻ പ്രതിഫലമായി കൊണ്ടാണത് അള്ളാഹു ഒരുക്കിയത്. ലിമൻ യാതൊരുത്തന്. അതാരാ? കാന അദ്ദേഹമായിരുന്നു കുഫിർ നിഷേധിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവിശ്വസിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കപ്പെട്ടിരുന്നു. കഫറ എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. ഒന്ന് നന്ദികേട് കാണിച്ചു, മറ്റൊന്ന് അവിശ്വസിച്ചു. ആരെ പറ്റിയാ പറയുന്നത്? നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ളവരാൽ അവിശ്വസിക്കപ്പെട്ട ആളാണ്. അതാണ് അദ്ദേഹത്തെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ വസ്തുജിർ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം വിരട്ടി ഓടിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പറ്റിയാണ്. അതേപോലെ കുഫിർ, അദ്ദേഹം അവിശ്വസിക്കപ്പെട്ടു. അപ്പൊ അവിശ്വസിക്കപ്പെട്ടത് കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലമാണ് ജസാഅൻ പ്രതിഫലമായിക്കൊണ്ട്. ലിമൻ യാതൊരുത്തന്. അതാരാ? കാന അദ്ദേഹമായിരുന്നു കുഫിർ അവിശ്വസിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കപ്പെട്ടിരുന്നു. അപ്പൊ നന്ദികേട് കാണിക്കപ്പെട്ടതിൽ ആൾക്കുള്ള പ്രതിഫലമായിട്ടാണ് അള്ളാഹു ഈ ഒരു കാര്യം ഒരുക്കിയത്. അല്ലെ? വലിയ ജലപ്രളയം ഉണ്ടാക്കി ആ നാട്ടിൽ. എന്നിട്ട് ആ ജലപ്രളയത്തിൽ നിന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും മാത്രം അള്ളാഹു രക്ഷപ്പെടുത്തി. അതാണ് ജസാഅൻ ലിമൻ കാന കുഫിർ എന്ന് പറഞ്ഞത്. നമ്മുടെ സമയം കഴിഞ്ഞു. ഏതായിരുന്നാലും ഈ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാകട്ടെ, ഏത് പ്രവാചകന്മാരുടെ ചരിത്രമാകട്ടെ, ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നമുക്കതിൽ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ നിഷ്ഠ പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.